അമേരിക്കയും ഇറാനും തമ്മിൽ ഒപ്പുവെച്ച പ്രാഥമിക ധാരണാപത്രം. ഇതിൽ ഉൾപ്പെട്ടതായി പറയുന്നത് $300 ബില്യൺ ആണ് ഈ പുനർനിർമ്മാണ നിക്ഷേപ പദ്ധതി. ഈ ഇറാനായിട്ടുള്ള ഈ നഷ്ടപരിഹാരം $300 ബില്യൺ ഗൾഫ് രാജ്യങ്ങളുടെ തലയിൽ ഇടാനാണോ ട്രംപ് ശ്രമിക്കുന്നത്? ആണോ സർ? അത് ഈ കരാറ് ഇപ്പൊ അവര് ധാരണാപത്രത്തിൽ ഒപ്പിട്ടു എന്നാണല്ലോ പറയുന്നത്. ആ ധാരണാപത്രത്തിൽ പല കാര്യങ്ങളെ സംബന്ധിച്ചും അവ്യക്തതയുണ്ട്. ഇപ്പോ ഈ യുദ്ധം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇറാന്റെ ആണവ പദ്ധതി പെർമനന്റ് ആയിട്ട് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടും ഇറാന്റെ മിസൈൽ പദ്ധതികൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുമായിരുന്നു യുദ്ധത്തിന്റെ പ്രധാന ലക്ഷ്യം. ഈ ധാരണാപത്രത്തില് ഇതിനെ കുറിച്ചിട്ട് ഒന്നും പരാമർശിച്ചിട്ടില്ല. നമുക്ക് ആയിക്കൂടി അറിയാവുന്നത് JD വാൻസ്, അവരുടെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ്, അദ്ദേഹമാണ് ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്തത് സ്വിറ്റ്സർലൻഡിൽ നടന്ന ചർച്ചയില്. അപ്പൊ അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇറാൻ അണുബോംബ് ഉണ്ടാക്കൂല, അത് ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസിയുടെ ഇൻസ്പെക്ഷൻ വിങ്ങിന് അവരുടെ ന്യൂക്ലിയർ എസ്റ്റാബ്ലിഷ്മെന്റ്സ് മുഴുവൻ തുറന്നു കൊടുക്കും പരിശോധനയ്ക്കായിട്ടെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇറാൻ ഇതിനെ സംബന്ധിച്ചൊന്നും പറഞ്ഞു. അതുപോലെ അവരുടെ മിസൈൽ പ്രോഗ്രാമിനെ കുറിച്ചും നിശബ്ദതയാണ്. പിന്നെ ഹോർമസ് സ്ട്രൈറ്റിനെ കുറിച്ചും എന്താ പറയുന്നത്, വളരെയധികം അവ്യക്തത നിലനിൽക്കുന്നു. ഫെബ്രുവരി 28 മുമ്പത്തെ സ്ഥിതിഗതികൾ ആണോ ഹോർമസ് സ്ട്രൈറ്റിൽ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ അത് ആർക്കും അറിയില്ല. അങ്ങനെ ഒരു പ്രശ്നം നിൽക്കുമ്പോഴാണ് ഈ $300 ബില്യൺ ഇറാന് ലഭിക്കും എന്ന് പറയുന്നത്. അമേരിക്ക പറയുന്നത് ഈ $300 ബില്യൺ ഇറാന്റെ റീകൺസ്ട്രക്ഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക എന്നാണ് അവര് നൽകിയിരിക്കുന്ന വിശദീകരണം. ഇറാൻ ഇതിനെ കുറിച്ച് നിശബ്ദമാണ്. പക്ഷേ ഈ $300 ബില്യൺ ഇറാന് കൊടുക്കുമ്പോൾ ഇറാന്റെ ഇപ്പൊ കുറെ അധികം കെട്ടിടങ്ങളും പിന്നെ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ, പിന്നെ അതേപോലെ തന്നെ അവരുടെ എണ്ണ റിഫൈനറികളൊക്കെ കണ്ടുവാനും നാശനഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. സൈനിക താവളങ്ങൾക്കൊക്കെ പലരുടെയും വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാം പുനർനിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് $300 ബില്യൺ ഉപയോഗിക്കുക എന്ന് അമേരിക്ക പറയുന്നു. ഇതെങ്ങനെ ചെലവാകും, ഇത് എവിടെ നിന്ന് വരും എന്ന് ചോദിക്കുമ്പോൾ അത് ഒരു കൗതുകകരമായ കാര്യമാണ്. നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ മരുമകൻ, അതായത് ഇവാങ്ക ട്രംപിന്റെ ഭർത്താവ് കുഷ്ണർ, ജെറൽഡ് കുഷ്ണർ എന്നാണ് അയാളുടെ പേര്. അയാൾക്കൊരു വലിയ കമ്പനിയുണ്ട്, കുഷ്ണർ കമ്പനീസ് എന്ന് പറഞ്ഞിട്ട്. അയാളിപ്പോ ഈ ജെറൽഡ് കുഷ്ണർ അമേരിക്കയുടെ ഓഫീസ് ഓഫ് അമേരിക്കൻ ഇന്നോവേഷൻ അതിന്റെ ഡയറക്ടറും കൂടിയാണ്. ഈ സമാധാന ചർച്ചകളിലൊക്കെ അയാൾക്ക് പ്രധാന പങ്കുണ്ട്. അപ്പൊ അവരുടെ കമ്പനിക്കായിരിക്കും ഈ പുനർനിർമ്മാണത്തിന്റെ കോൺട്രാക്ട് കിട്ടുക എന്ന് പറയും. അപ്പൊ അതിൽ ബെനിഫിറ്റ് ഉണ്ടാവുമ്പോൾ ട്രംപിന്റെ കുടുംബത്തിനാണ്, ട്രംപിന്റെ മകളുടെ ഭർത്താവാണല്ലോ കുഷ്ണർ. അപ്പൊ അത് അങ്ങനെ ഒരു വശം. വേറൊരു വശം, ഈ യുദ്ധത്തില് പ്രധാനപ്പെട്ട രാജ്യങ്ങളായ യുണൈറ്റഡ് അറബ് എമിറേറ്റ്, കുവൈറ്റ്, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങൾ, ഖത്തർ, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങൾക്കൊക്കെ വൻ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ കോമ്പൻസേഷൻ എവിടെ നിന്ന് കിട്ടും എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അയാളിപ്പം അടുത്ത 3 ദിവസത്തേക്ക് പശ്ചിമേഷ്യയിലെ ഈ രാജ്യങ്ങളിലൊക്കെ ചർച്ച നടത്തുന്നുണ്ട്. അവിടെ പോവുകയാണ് അയാൾ. അത് അവരുമായിട്ടുള്ള ചർച്ചയിൽ അവരെ സംബന്ധിച്ച് എന്തെങ്കിലും ആശങ്ക അവർക്കുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കും എന്നാണ് പറയുന്നത്. അതിനപ്പുറത്താകൊന്നും പറഞ്ഞിട്ടില്ല. കോൺട്രാക്ട് ഇയാൾക്കേ പോവുള്ളൂ, കുഷ്ണർക്കേ പോവുള്ളൂ. അതിനാണ് അമേരിക്കക്ക് അമേരിക്കൻ പ്രസിഡന്റിന്റെ മരുമോനാണ് ഈ കരാർ നടപ്പിലാക്കണമെന്ന് പറയുമ്പോൾ, ഈ പുനർനിർമ്മാണം നടപ്പിലാക്കണമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ കമ്പനിക്കാർക്ക് ഇത് കിട്ടുക. അപ്പൊ പക്ഷെ അമേരിക്ക ഇവർക്ക് കോമ്പൻസേഷൻ കൊടുക്കുവോ, ഈ രാജ്യങ്ങൾക്ക് കോമ്പൻസേഷൻ കൊടുക്കുവോ എന്നുള്ളതിനെ കുറിച്ച് അവര് നടത്തുന്ന ഈ മാർക്കോ റൂബിയോ നടത്തുന്ന ചർച്ചയിൽ വ്യക്തമാവുള്ളൂ. അത് പുറത്ത് വരികയാണെങ്കിൽ മാത്രമേ വ്യക്തമാക്കുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് അതിനെ കുറിച്ച് വിവരം അറിയാനായിട്ട് കാത്തിരിക്കേണ്ടി വരും. തീർച്ചയായും സാർ. അപ്പൊ ഇതില് ഈ ഒരു $300 ബില്യൺ ഇത് ഗൾഫ് രാജ്യങ്ങളുടെ തലയിലേക്ക് എങ്ങനെയാണ് ട്രംപ് കൊണ്ടുവരുന്നത്? ഇത് അവർക്കുണ്ടാക്കുന്ന ആശങ്കകൾ എന്തൊക്കെയാണ്?
$300 ബില്യൺ ഇറാന് കൊടുക്കാം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇറാന് പക്ഷെ അപ്പൊ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ ഇതിനകത്ത് ഇൻവോൾവ് അല്ല. പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ചർച്ച നടത്തും. ഈ ചർച്ച നടത്തിയിട്ട് പ്രശ്നം പരിഹരിക്കാനായിട്ടാണ് അവർ നോക്കുന്നത്. പക്ഷെ അതിനിടയ്ക്ക് വേറെ പ്രശ്നമുണ്ട്. ഇന്നലെ പ്രസിഡന്റ് ട്രംപ് വളരെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലാണ് ഇറാനോട് സംസാരിച്ചിരിക്കുന്നത്. അവര് ഈ ഡീലിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, ഞാൻ പാഠം പഠിപ്പിച്ചു കൊടുക്കും എന്നൊക്കെയാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്, പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതപ്പോ ഇറാൻ കേട്ടിരിക്കുവോ? നല്ല കാര്യമായി. അത് മാത്രമല്ല, ഈ ലെബനനിൽ എന്ത് നടക്കുക? ലെബനനിൽ ഇപ്പോഴും യുദ്ധം നടക്കുന്നുണ്ട്. ഇസ്രായേലി സൈന്യം സദേൺ ലെബനനിൽ വൻതോതിലാണ് ആക്രമണം നടത്തുന്നത്. കാരണം ഈ ലെബനനിലുള്ള ഹെസ്ബുള്ള തീവ്രവാദികൾ ഇസ്രായേലിനെ നിരന്തരമായിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇസ്രായേലിന് അവർക്ക് ഒരു സുരക്ഷിതത്വം അവർക്ക് ഉറപ്പുവരുത്തില്ല, അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തില്ല. അപ്പൊ അവർ തിരിച്ചടിക്കും. അപ്പൊ ഇതിനകത്ത് പല അവ്യക്തതകളുണ്ട്. ഈ ട്രംപിന്റെ അടുത്ത് നെതന്യാഹു ചോദിച്ചു എന്ന് പറഞ്ഞു, നിങ്ങൾ ലെബനോണിനെ ആക്രമിക്കരുതെന്ന് ഈ ട്രംപ് നെതന്യാഹുവിന്റെ അടുത്ത് പറഞ്ഞപ്പോ അദ്ദേഹം ചോദിച്ചത്രേ, അല്ല അവരെ ആക്രമിക്കുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതൊന്നും എനിക്കറിയാൻ പാടില്ല, നിങ്ങളെ യുദ്ധമൊന്നും ചെയ്യാൻ പാടില്ല അവരുമായിട്ടെന്ന് പറഞ്ഞിട്ട്. അതൊരു ഒരുമാതിരി വളരെ വൈകിയായിട്ടുള്ള മറുപടിയല്ലേ ട്രംപ് അവിടെ കൊടുത്തിരിക്കുന്നത്, ഇസ്രായേലുകാർക്ക് കൊടുത്തിരിക്കുന്നത്. അവര് വെറുതെ ഇരിക്കുവോ? അവരെ ആക്രമിച്ചു കഴിഞ്ഞാൽ അവർ തിരിച്ചടിക്കില്ലേ അവര് ശക്തമായിട്ട്? അപ്പൊ ഈ ഡീല് എപ്പോഴാണെങ്കിലും പരാജയപ്പെടും, അതിന് യാതൊരു സംശയമല്ല. അവരുടെ ശാസ്ത്രമായിട്ട് തീരുമാനമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഹോർമസ് സ്ട്രെയിറ്റ് എന്ന ഉദാഹരണം, അതുവഴി വരുന്ന കപ്പലുകളൊക്കെ ഇവർക്ക് പൈസ കൊടുക്കണേ. ഇറാന് പൈസ കൊടുക്കണം, സർവീസ് ചാർജ് എന്നും പറഞ്ഞ് മേടിക്കും ടോളിന് പകരം. പിന്നെ $300 ബില്യൺ ഇറാന് കൊടുക്കും, അമേരിക്ക എന്തെങ്കിലും രീതിയിൽ കൊടുക്കും അവർക്ക്. തീർച്ചയായിട്ടും ഇറാന്റെ കുറെ അധികം സ്വത്തുകൾ അമേരിക്ക ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അമേരിക്കകത്ത് തന്നെയും പിന്നെ വിവിധ കേന്ദ്രങ്ങളിലും അമേരിക്കൻ ബാങ്കുകളിലും പല സാമ്പത്തികകാര്യ കമ്പനികളിലൊക്കെ ആയിട്ട് ഇറാന്റെ ഈ പൈസ മുഴുവൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് അവര് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇറാൻ ഒന്നും ചെയ്യാൻ പറ്റൂല. ഇപ്പൊ തൽക്കാലം ഇറാന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പൈസ അവരുടെ ഫ്രീസ് ചെയ്തിരിക്കുന്ന സ്വത്തുകൾ മുഴുവനും സ്വതന്ത്രമാക്കി എടുക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് അവര് ഒന്നും മിണ്ടാതിരിക്കുന്നത്. ഇപ്പൊ ഈ അണുബോംബിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ മിസൈലിന്റെ കാര്യവും ഹോർമസിന്റെ കാര്യം ഒന്നും ഡീലില് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല, പരാമർശിച്ചിട്ടില്ല. അല്ല, ഇതില് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ ആശങ്കപ്പെടുന്നതിൽ പ്രധാന വിഷയങ്ങൾ എന്ന് പറയുന്നത് ഈ ഇറാന് ലഭിക്കുന്ന ഈ സാമ്പത്തിക പിന്തുണ ഉപയോഗിച്ച് സൈനിക ശേഷി വർദ്ധിപ്പിക്കുമെന്നൊരു ആശങ്ക പറയുന്നുണ്ട്. പിന്നെ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയെ കുറിച്ച് ധാരണാപത്രത്തിൽ വ്യക്തമായിട്ടുള്ള നിയന്ത്രണങ്ങളില്ലെന്നും ആശങ്ക ഉയർത്തുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഈ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ UAE, കുവൈറ്റ്, ബഹ്റൈൻ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിലേക്ക് സന്ദർശനം നടത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ആശങ്കകളും ഈ രാജ്യങ്ങളുടെ ആശങ്കകൾ എന്തെല്ലാമാണെന്ന് മാർക്കോ റൂബിയോ ചോദിച്ച് മനസ്സിലാക്കും. അത് കഴിഞ്ഞ് അവർക്ക് അയാൾ എന്തെങ്കിലും ഉറപ്പ് നൽകുകയായിരിക്കും. ഒരു ഡീൽ അവരുമായിട്ട് ഒപ്പിടും. അവർക്ക് ഡീൽ ഉണ്ടാക്കലാണല്ലോ ഒരു പ്രധാന പരിപാടി അമേരിക്കയുടെ. അതിനകത്ത് എന്താണെന്നുള്ളത് അറിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, എന്തെങ്കിലും അതിനെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇത് ഇറാന് പൈസ കൊടുക്കുന്നുള്ള കാര്യം സംശയമല്ല, കാരണം തിരിച്ചു കിട്ടാനുള്ള പൈസയാ. അവിടെ റീകൺസ്ട്രക്ഷനിൽ ഇറാൻ ഈ കൃഷ്ണ കമ്പനി കണ്ടുപോകാനും പൈസ റിട്ടേൺസ് കിട്ടുക, ആ പൈസ മുഴുവൻ അമേരിക്കയിലേക്കല്ലേ തിരിച്ചു വരിക. അത് മറ്റേവർക്ക് എന്ത് കൊടുക്കണു എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. മറ്റു രാജ്യങ്ങൾക്ക് അവരുടെ നാശനഷ്ടങ്ങൾക്ക് ഒരു കോമ്പൻസേഷൻ കൊടുക്കുക എന്നുള്ളതിനെ കുറിച്ച് ധാരണാപത്രത്തിലുള്ള നിശബ്ദതയാണുള്ളത്. അത് ഇതിലെന്ത് ചെയ്യും, ഇതെങ്ങനെയാണ് അമേരിക്ക അവരുടെ ആശങ്കകൾ ഒഴിവാക്കാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. അല്ലാതെ ഇപ്പൊ വേറെ ഒരു മാർഗവുമല്ല. ഇറാനുമായിട്ട് അമേരിക്ക ഒപ്പിട്ടിരിക്കുന്ന കരാറുണ്ട്. ആ കരാറിനെ കുറിച്ച് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോ ഇയാൾക്ക് മാർക്കോ റൂബിയോ അമേരിക്ക പശ്ചിമേഷ്യയിൽ എത്തുമ്പോ അവർക്ക് ചോദിച്ച് മനസ്സിലാക്കാം, ക്ലിയർ ചെയ്യാം. പിന്നെ അവരുടെ ആശങ്കകളുണ്ടെങ്കിൽ അവരോട് പറയാം, അത്ര തന്നെ. അല്ലാണ്ട് ഇവർക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടാകുമ്പോൾ ഇവർക്കും കിട്ടുമോ കോമ്പൻസേഷൻ? ഞങ്ങളുടെ നാശനഷ്ടങ്ങൾക്ക് വൻതോതിൽ വന്നിട്ടുണ്ട്, അതിന് അമേരിക്ക കോമ്പൻസേഷൻ തരൂ എന്നുള്ളത് അവര് ചോദിക്കും, മനസ്സിലാക്കാൻ നോക്കും. അത് അതുപോലെ തന്നെ ഈ $300 ബില്യൺ എന്ന് പറയുന്നത് ഇറാന് കൊടുക്കാന്ന് പറഞ്ഞിട്ടുള്ളത് അത് അമേരിക്കയിലുള്ള പണവും അല്ലല്ലോ, സ്വകാര്യ കമ്പനികളിൽ നിന്ന് മൊബിലൈസ് ചെയ്യുന്ന പൈസയാണ്. അമേരിക്ക ഇന്നലെ കണ്ട $80 ബില്യൺ വേണ്ടിയിട്ട്
ഫൈനാൻസ് പെന്റഗണില്ലേ അവരുടെ പ്രതിരോധ മന്ത്രാലയം, അവര് ഇന്നിപ്പോ $80 ബില്യൺ വേണ്ടിയിട്ടാണ് യുദ്ധത്തിന്റെ ഫൈനാൻസിന് അഡീഷണൽ ചെലവ് ഞങ്ങൾക്ക് അമേരിക്കൻ ഗവൺമെന്റ് തരണം എന്ന് പറഞ്ഞ് പ്രതിരോധ മന്ത്രാലയം അവർക്കൊരു ഇത് കൊടുത്തിട്ടുണ്ട്, എന്താ പറയുക, മെമ്മോറാണ്ടം കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് എങ്ങനെയാണ് തീരുമാനം എടുക്കുന്നതിനൊക്കെ ഉള്ളത് കണ്ടതാണ്. ഇത് ഇന്നലെ നടന്ന സംഭവമാണ് ഇതെല്ലാം.